ഹലോ ഗൈസ്, കുറച്ച് നാൾ മുന്നേ വരെ പഞ്ചെന്ന് പറയുന്ന ഒരു പാവം കുരങ്ങു കുട്ടിയുടെ കഥ, റിയൽ സ്റ്റോറി കേട്ടിട്ട് നമ്മൾ അവനെ എല്ലാവരും തന്നെ മനസ്സുകൊണ്ട് ഏറ്റെടുത്തവരാണ് അല്ലേ? ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവന്റെ കൂടെ ഒന്ന് നടക്കാൻ പറ്റാത്ത, അവന്റെ ലാംഗ്വേജിൽ പോലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, അവന്റെ കൈ ഒന്ന് പിടിക്കാൻ പറ്റാത്ത, സത്യം പറഞ്ഞാൽ ചലനമറ്റ ആ ഒരു പാവയെ എങ്ങനെ അവന് സ്പെഷ്യലായി കാണാൻ പറ്റി? ഇനി ഇതിനെ ബേസ് ചെയ്ത് ഞാനൊരു സ്റ്റോറി പറയാം. ഒരു പെൺകുട്ടി, ഒറ്റയ്ക്കിരിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടി. അവൾ എപ്പോഴും ചിന്തിച്ചിരുന്നത് അവളുടെ കൂടെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ കാണത്തില്ല, ഒറ്റപ്പെടലായിരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു നാള് അവൾക്ക് ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നു. അതായത് ഒരിടത്തും പോകാൻ പറ്റാണ്ട് അവൾക്ക് വീട്ടിലിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എല്ലാവരും ഓരോന്ന് പറയുന്നത് കേട്ട് അവൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചു, മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര ടെൻഷനും എല്ലാവരോടും ദേഷ്യമുള്ള ഒരു ക്യാരക്ടറും അവൾക്ക് തന്നെ അവളെ അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ടായി. അപ്പോഴാണ് അവളുടെ അമ്മ എവിടെന്നോ ഒരു ഭംഗിയുള്ള ഒരു എന്ന് പറഞ്ഞാൽ വളരെ റെയറായ ഒരു കളറുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ അവക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. അതായത് അവന്റെ കണ്ണുകള് നീല കളറായിരുന്നു. അവനെ ഉറ്റനോട്ടത്തിൽ കാണുന്നവരെല്ലാം തന്നെ അവനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് വന്നിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും അവള് കൊടുത്തില്ല. ഒരു ചെറിയ പനി വന്നാൽ കൂടി അവള് അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവായിരുന്നു. അവൾക്കതൊന്നും സഹിക്കാൻ പോലും പറ്റത്തില്ല. ഈ ഒരു പൂച്ചയെ ആക്രമിക്കാനായിട്ട് മറ്റു പൂച്ചകളും അതുപോലെ തന്നെ ശല്യമാണെന്ന് കരുതി അടുത്തുള്ള വീട്ടുകാരും ഒക്കെ ഇത് കുഞ്ഞു പൂച്ചയല്ലേ, അപ്പൊ കളിക്കാനായിട്ട് അടുത്ത വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരും വഴക്ക് പറയുന്നൊക്കെ പേടിച്ച് ഇവളെപ്പോഴും അതൊന്ന് ഉറക്കി വിളിച്ചാൽ പോലും അതിന്റെ അടുത്ത് പോയി അതിനെ സേഫ് ആക്കി വെക്കുക. അങ്ങനെ പെട്ടെന്നാണ് അവൾക്ക് ഒരിടത്ത് ജോലി കിട്ടി. അവള് പോകുന്നത് അവൾക്ക് അവിടെ വീട്ടില് പിന്നെ അങ്ങോട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് മാറി. അവൾ പല ഇടങ്ങളിലായിട്ട് ഇങ്ങനെ മാറി മാറിപ്പോയി. എങ്കിലും അവളുടെ പൂച്ചക്കുഞ്ഞിനെ അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു. അതെന്ത് ചെയ്യുന്നു എന്നൊക്കെ ആയിരുന്നു അവളുടെ മൈൻഡിൽ. അപ്പൊ അവള് ലാസ്റ്റ് ഒരു ലോങ് ട്രിപ്പ് ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അവൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് അതിനെ കാണാനില്ല, എന്തോ പറ്റി എന്ന് അവളുടെ അമ്മ പറയുന്നത്. ആ ഒരു വീട് ഫുള്ള് അതിനെ സ്നേഹിക്കുന്നവർ മാത്രമായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നു എല്ലാവരും അതിനെ നോക്കൊണ്ടിരുന്നത്. എന്തോ അവൾ അവളുടെ ലൈഫിൽ തകർന്നു തുടങ്ങി എന്ന് അറിഞ്ഞപ്പോ ആ ഒരു ടൈമിൽ അവളുടെ കയ്യിൽ അതിന് കിട്ടിയതുകൊണ്ടായിരിക്കാം അവൾ അത്രമേൽ അതിനെ അങ്ങ് സ്നേഹിച്ചു. ആ പൂജക്കുഞ്ഞും അവളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് തന്നെ ആയിരുന്നു. പിന്നെ വന്നത് പഞ്ചിന് അവന്റെ പാവക്കുട്ടി എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു ഈ പെൺകുട്ടിക്ക് അവളുടെ പൂച്ചക്കുഞ്ഞ്. ആ ഒരു പൂച്ചക്കുഞ്ഞിന് അവളുടെ ലാംഗ്വേജ് അല്ല, അവളുടെ പോലെ ഉള്ളൊരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, അവളുടെ ഒരു സ്പീച്ചീസും അല്ല. പക്ഷേ എന്തോ ഒരു സ്നേഹം, ഒരു ബോണ്ട്, അത് ഒരു വല്ലാത്ത സ്പെഷ്യൽ ആയിരുന്നു. പഞ്ചിന്റെ കാര്യത്തിലാണെങ്കിൽ അവന്റെ ആ പാവക്കുട്ടി ഇല്ലേ, അവൻ പിടിച്ചോണ്ട് പോകുന്നിടത്ത് എല്ലാം പോകുന്നുണ്ട്. അവൻ അതിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അവൻ നോക്കുമ്പോൾ അവന്റെ പാരന്റ്സ് അവന്റെ കൂടെ ഇല്ലെങ്കിലും ഈ ഒരു പാവ ഇതിന്റെ